കാലം 19-ാം നൂറ്റാണ്ട്. ഒരു ചെറിയ കുടിപ്പള്ളിക്കുടം. അവിടെ കുട്ടികൾക്കിരിക്കാനായി പലകയും പനമ്പായയും ഓലമടഞ്ഞ പായയും നിരത്തിയിട്ടിരിക്കുന്നു. ഉയർന്ന ജാതിക്കാരന് പലകയിലിരിക്കാം, തൊട്ട് താഴെയുള്ള വിഭാഗക്കാർക്ക് പനമ്പായ, ഏറ്റവും താഴെയുള്ളവന് ഓലമടഞ്ഞ പായ. ഇതൊന്നും അറിയാതെ ഒരു കുട്ടി പലകയിൽ വന്നിരിക്കുന്നു. ഇത് കണ്ടുവന്ന മറ്റു കുട്ടികൾ അവനോട് പറഞ്ഞു, പലകയിലിരിക്കാൻ നീ യോഗ്യനല്ല, വേഗം ഓലപ്പായയിലേക്ക് മാറിയിരിക്കെ. തിരിച്ചൊന്നും പറയാതെ ആ കുട്ടി ഓലപ്പായയിലേക്ക് മാറിയിരുന്നു. എന്നിട്ട് അവരോട് ചോദിച്ചു, ശ്വാസം ഏതു വായിലെടുക്കണം? ഉത്തരം മുട്ടിയ കുട്ടികൾ അവരുടെ അധ്യാപകനായ രാമൻപിള്ള ആശാനോട് അവനെപ്പറ്റി പരാതി പറഞ്ഞു. ആശാൻ കുട്ടികളോട് പറഞ്ഞു, ഞാൻ അവനെ നിയന്ത്രിച്ചോളാം, നിങ്ങൾ നിയന്ത്രിക്കണ്ട, അവൻ ഇഷ്ടമുള്ളിടത്ത് അവൻ ഇരിക്കട്ടെ. തന്റെ ഗുരുവിൽ പോലും ഉൾക്കാഴ്ച സൃഷ്ടിച്ച ആ ബാലൻ സമത്വചിന്തയും സ്വാതന്ത്ര്യബോധവും പകർന്നു നൽകി ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ 1856 ഓഗസ്റ്റ് 23-ന് മാടനാശാൻ എന്ന അധ്യാപകന്റെയും ഭാര്യ കുട്ടിയമ്മയുടെയും ഏറ്റവും ഇളയ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. നാരായണൻ എന്ന് പേരിട്ട കുഞ്ഞിനെ മാതാപിതാക്കൾ സ്നേഹത്തോടെ നാണു എന്ന് വിളിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ശ്രീനാരായണ ഗുരു തന്റെ വീടിന് സമീപം കുടിപ്പള്ളിക്കുടം സ്ഥാപിക്കുകയും കുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തു. കൂടാതെ തന്റെ ഗ്രാമത്തിലുള്ള പുലയരുടെ വീടുകളിൽ ചെന്ന് അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാനും അദ്ദേഹം തുടങ്ങി. വീട്ടുകാരിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നെങ്കിലും അതൊന്നും അദ്ദേഹം വകവച്ചിരുന്നില്ല. അധികം വൈകാതെ തന്നെ നാട്ടുകാരുടെ നാണു ആശാനായി അദ്ദേഹം മാറി. ഗുരു ജീവിച്ചിരുന്ന ജന്മിത്ത കാലഘട്ടം നിരവധി വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. ജാതിഭേദവും അസമത്വങ്ങളും അന്ധവിശ്വാസവും നിറഞ്ഞൊരു സമൂഹം. താഴ്ന്നവരെന്ന് മുദ്ര കുത്തപ്പെട്ട ജാതിക്കാർക്ക് ക്ഷേത്രത്തിലേക്ക് കടക്കാനോ പൊതുവഴിയിലൂടെ നടക്കാനോ അനുവാദമില്ല. നോട്ടം കൊണ്ടുപോലും സവർണന് തീണ്ടലാകാതിരിക്കാൻ പൊന്തക്കാടുകളിൽ അവർ ഒളിച്ചിരുന്ന കാലം. മുലകൾക്ക് പോലും നികുതി ഏർപ്പെടുത്തിയിരുന്ന കാലം. മനുഷ്യനെ മനുഷ്യനായി കാണാത്തൊരു കാലം. ആ കാലത്താണ്, അതായത് 1888-ൽ നെയ്യാറിന്റെ കയത്തിൽ നിന്ന് ഗുരു ഒരു പാറക്കഷ്ണം മുങ്ങിയെടുത്ത് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നത്. വിഗ്രഹപ്രതിഷ്ഠയും പൂജാകർമ്മങ്ങളും അന്ന് ബ്രാഹ്മണന് മാത്രം സാധ്യമായിരുന്ന അവകാശമായിരുന്നു. അരുവിപ്പുറത്തെ പ്രതിഷ്ഠ ആ അധികാര കേന്ദ്രത്തെ തകർത്തെറിഞ്ഞു. സർവജാതി മതസ്ഥർക്കും വേർതിരിവുകളില്ലാതെ സോദരത്തേന ഒത്തുകൂടാവുന്ന മാതൃകാസ്ഥാനമാണ് ഗുരു അതിലൂടെ വിഭാവനം ചെയ്തത്. എന്നാൽ ക്ഷേത്രങ്ങൾ ജനങ്ങളെ കൂടുതൽ അന്ധവിശ്വാസങ്ങളിലേക്ക് നയിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനായി ആഹ്വാനം ചെയ്തു. തലമുറകളായി തുടർന്നു വന്ന എല്ലാ അജ്ഞതയ്ക്കും കാരണം നിരക്ഷരതയാണെന്ന് ഗുരു മനസ്സിലാക്കിയിരുന്നു. സ്വന്തം കുട്ടികളെയും കഴിയുമെങ്കിൽ അയൽപക്കത്തുള്ള കുട്ടികളെയും പഠിപ്പിക്കാനായി ജനങ്ങളോട് ഗുരു ഉപദേശിച്ചു. മൂലൂർ എന്ന പ്രദേശത്ത് ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ക്ഷണിക്കപ്പെട്ട് ചെന്നപ്പോൾ ഗുരു അവിടെ സ്ഥാപിച്ചത് വിദ്യാലയമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സർപ്പക്കാവ് വെട്ടിത്തെളിച്ച് ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുവാനായി ഗുരു പറഞ്ഞു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് സാമൂഹിക പുരോഗതിക്ക് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകാൻ ഗുരു ഉപദേശിച്ചു. ഗുരു ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിന്റെയോ ആളായിരുന്നില്ല. തന്റെ അനുയായികൾ ഉൾപ്പെടെ ഗുരുവിനെ സാമുദായിക ആചാര്യനായി കാണുകയും ജാത്യാധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് 1916-ൽ പ്രബുദ്ധ കേരളം എന്ന പത്രത്തിൽ നൽകിയ വിളംബരത്തിലൂടെ നമുക്ക് ജാതിയില്ല എന്ന് ഗുരു പ്രഖ്യാപിക്കുന്നത്. ജാതിരഹിതമായ മനുഷ്യ സമുദായം സോദരത്വേന വാഴുന്ന ആത്മസുഖത്തേക്കാൾ അപരസുഖത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന സമത്വ ലോകമാണ് ഗുരു വിഭാവനം ചെയ്തത്. ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും മറ്റനേകം നവോത്ഥാന നായകരുടെയും അത്യധ്വാനത്തിന്റെ ഫലമാണ് ആധുനിക കേരളം.